രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴായിരിക്കും വീട്ടിൽ വരിക. വീട്ടിൽ വന്നാലോ വീഡിയോ എടുക്കാനും മടിയായിരിക്കും. ഇന്നെന്താണെങ്കിലും ഞാൻ വിചാരിച്ചു വീട്ടിൽ വന്നിട്ടുള്ള ഒരു ദിവസം അങ്ങ് എടുക്കാന്നുള്ളത്. രാവിലെ തന്നെ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് നടന്നു. എന്നിട്ട് വന്നിട്ട് പുട്ടും ചിക്കനൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോഴാണ് അച്ഛൻ അവിടുന്ന് മാങ്ങ പറിക്കുന്ന കണ്ടത്. അവിടെ ഞങ്ങൾക്ക് മാങ്ങ കിട്ടാൻ നല്ല ക്ഷാമാണെങ്കിലും ഇവിടെ വന്ന് നോക്കുമ്പോൾ മാങ്ങയ്ക്ക് വലിയ വിലയൊന്നുമില്ല. ആരും പറിക്കാതെ ഇങ്ങനെ വെറുതെ കിടക്കുകയാണ്. ഇത് തന്നെ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അച്ഛൻ പറിച്ചു തരാം കേട്ടോ. അതും പറിക്കുന്നത് ചാക്കിലൊക്കെ കെട്ടി ഇതുപോലെ കയറൊക്കെ തൂക്കിയിട്ടിട്ടാണ്. പണ്ടൊക്കെ ഞാനും പൊന്നും അബയൊക്കെ ഒരാൾ കൊക്ക കൊണ്ട് പറിച്ചിട്ട് ബാക്കിയുള്ളവർ പുതപ്പൊക്കെ പിടിച്ച് ക്യാച്ച് ഇട്ടാണ് മാങ്ങ പറിച്ചുകൊണ്ടിരുന്നത്. എന്താണേലും ഞങ്ങൾ അവിടുന്ന് മാങ്ങ പറിച്ചു വെക്കുന്ന സമയത്താണ് വെള്ളവും വണ്ടിയും വന്നത്. പിന്നെ പോയിട്ട് വെള്ളം പിടിക്കാൻ വേണ്ടി നിന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുമെങ്കിലും ഇവിടുത്തെ കിണറ്റിലൊക്കെ വെള്ളമായി വരുന്നേ ഉള്ളൂ. ഇപ്പം നമുക്ക് കുടിക്കാനുള്ള വെള്ളം മാത്രമേ കിണറ്റിൽ നിന്ന് കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് വെള്ളം വാങ്ങുന്നത്. എന്താണെങ്കിലും വെള്ളമൊക്കെ വാങ്ങി വെച്ചിട്ട് ഞാൻ നേരെ പോയിട്ട് ഫുഡ് കഴിച്ചു. നല്ല മുരിങ്ങയിലും ചക്കക്കുരുവിൻ്റെ കറിയും മീൻ പൊരിച്ചതും എണറും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി എനിക്ക് ചെറിയൊരു സർപ്രൈസ് കൂടെ കിട്ടി. സംഭവം വേറൊന്നല്ല, അബി അവന്റെ ഫ്രണ്ടിനെ കൊണ്ട് ഇസമോളുടെ ഒരു ഫോട്ടോ വരപ്പിച്ചു. അതാണെങ്കിലും എനിക്കും മോൾക്ക് ഒരുപാട് ഇഷ്ടമായി. അവൾ ഉമ്മ കൊടുത്തിട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് ഷെയ്ഡ് ബൈ അനുഷ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജാണ്. ഇതുപോലെ വരയ്ക്കാൻ ആഗ്രഹമുള്ളവർ അവരെ കോൺടാക്ട് ചെയ്യുക. എന്താണെങ്കിലും നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ലവ് യു.